നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണമടക്കം 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതെയായി. മുഹമ്മദ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 57ാം നമ്പർ അംഗനവാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അംഗനവാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ നടന്ന വിഷുദർശനം ഭക്തിസാന്ദ്രമായി. അത്യപൂർവമായ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. അമ്പലപ്പുഴയിൽ വേനൽത്തുമ്പി ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ഭഗവാന് വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണമടക്കം 20 പവനോളം മോഷണം പോയി. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണമടക്കം 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതെയായി. കൊല്ലം സ്വദേശിയായ കീഴ്ശാന്തി രാമചന്ദ്രൻ പോറ്റിയെയും കാണുവാനില്ല. മേൽശാന്തി അവധിയായതിനാൽ വിഷുത്തലേന്ന് 6 മണിയോടെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് ആഭരണങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ കീഴ്ശാന്തിയായ ഇയാളെയാണ് ഏൽപ്പിച്ചത്. പൂജകൾക്ക് ശേഷം ആഭരണങ്ങൾ തിരികെ കൈമാറിയില്ല. പലതവണ ചോദിച്ചപ്പോഴും ഉടൻ ഏൽപ്പിക്കാമെന്നാണ് മറുപടി പറഞ്ഞത്. പിന്നീട് ഭാരവാഹികൾ വൈകിട്ട് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ക്ഷേത്രത്തിലില്ലെന്ന് മനസ്സിലായത്. വിഗ്രഹത്തിൽ ആഭരണങ്ങളും കണ്ടില്ല. 2 നെക്ലസ്, കിരീടം, വലിയ മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് നഷ്ടമായത്. 4 മാസം മുൻപാണ് ഇയാൾ ക്ഷേത്രത്തിൽ എത്തിയത്. മേൽശാന്തി ശങ്കർ റാവു ആണ് ഇയാളെ കൊണ്ടുവന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. ഇന്നലെ 9 പ്രാവശ്യം ഈ രാമേന്ദ്രനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല, സ്വിച്ച് ഓഫ് എന്നാണ് വന്നത്. അതുപോലെ ശങ്കരനാരായണനെയും എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു, ഫോൺ എടുത്തിട്ടില്ല. ഇതിന് ശേഷം ഞാൻ മരുമകൻ സഹിതമുള്ളവർ സ്റ്റേഷനിൽ പോവുകയും ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി, കമ്മിറ്റി മെമ്പർ വിജയൻ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് മുതലായവർ ചേർന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ പോവുകയും അവിടെ FIR രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ അരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് തണ്ണീർമുക്കം പഞ്ചായത്ത് 10ാം വാർഡിലെ 57ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 57ാം നമ്പർ അംഗനവാടി ഉദ്ഘാടനം നടന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അംഗനവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം PJ തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ P ലീന, ICDS സൂപ്പർവൈസർമാരായ KB റോസമ്മ, അനില, അംഗനവാടി അധ്യാപിക മേരി മാത്യു, അംഗനവാടി ഹെൽപ്പർ KD സന്ധ്യ, പഞ്ചായത്ത് വികസന സമിതി കൺവീനർ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ വിഷുദർശനം ഭക്തിസാന്ദ്രമായി. വൻ ഭക്തജന തിരക്കാണ് വിഷുദർശനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. വീടുകളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും പടക്കം പൊട്ടിച്ചും ബന്ധുമിത്രാദികളുമായി ഒത്തുചേർന്നുമായിരുന്നു ആഘോഷം. പുതിയ കാലം പ്രതീക്ഷിക്കുന്ന ആഘോഷം കൂടിയാണ് വിഷു. ഈ ദിവസം ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നാണ് വിശ്വാസം. വിഷുവിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കണിദർശനം ഉൾപ്പെടെ വിവിധ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ മുതൽ തന്നെ മിക്കയിടത്തും ഭക്തജന പ്രവാഹമുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാവേലിക്കര ഗ്രൂപ്പിൽപ്പെട്ട കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അത്ഭുതപൂർവമായ തിരക്കാണ് ഉണ്ടായത്. പുലർച്ചെ 4:30 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ എത്തി തുടങ്ങി. അഭിഷേകം, തിരുവവതാര ചാർത്ത, വിഷുക്കണി ദർശനം, വിഷു കൈനീട്ട വിതരണം, അന്നദാനം, പ്രസാദ വിതരണം എന്നിവയാണ് പ്രധാന ചടങ്ങുകളായി നടന്നത്. ശ്രീകൃഷ്ണസ്വാമിയെ തൊഴുത് പുണ്യം നുകരാനും വിഷുക്കണി ദർശനത്തിനും വിഷു കൈനീട്ടം സ്വീകരിക്കാനുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നും ആബാലവൃദ്ധം ജനങ്ങൾ എത്തിയതോടെ വൻ ക്യൂവും രൂപപ്പെട്ടു. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ വിഷു ചടങ്ങുകൾക്ക് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഉപദേശക സമിതി ഏർപ്പെടുത്തിയിരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അത്യാവശ്യം നല്ല ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ രാവിലെ അന്നദാനം ഉണ്ടായിരുന്നു, പ്രസാദ വിതരണം ഉണ്ടായിരുന്നു. ക്ഷേത്ര പൂജകൾക്ക് പുറമേയുള്ള കാര്യങ്ങളാണ് ഉപദേശക സമിതിയും ഭക്തജനങ്ങളോട് ചേർന്ന് നടത്തുന്ന പ്രസാദ വിതരണം, അന്നദാനം, കഞ്ഞിസദ്യ ഇവയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടുകളായി നടന്നു പോകുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി സുരേഷ് നമ്പൂതിരി, കീഴ്ശാന്തി ബിജു തിരുമേനി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നദാനം, പ്രസാദ വിതരണം എന്നിവയും നടന്നു. വിഷുദർശനത്തിന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ J ആശാകുമാരി, ഉപദേശക സമിതി പ്രസിഡന്റ് PS ബേബി, സെക്രട്ടറി അനിൽ രാജ്, അംഗങ്ങളായ ജനാർദ്ദനൻ പിള്ള, അനിൽ, ശ്രീജിത്ത്, രാജു, വേണു, മനു, ഷൈമോൻ, അരുൺ, ശ്യാമള, തങ്കച്ചി ഹരി എന്നിവർ നേതൃത്വം നൽകി. കാത്തുനിന്ന് കണ്ണനെ കണ്ടും കണി കണ്ടും കൈനീട്ടം വാങ്ങിയും ഭക്തർ മടങ്ങിയത് തികഞ്ഞ സംതൃപ്തിയോടെയായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴയിൽ വേനൽത്തുമ്പി പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന വേനൽത്തുമ്പി പരിശീലന ക്യാമ്പ് എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു.
അമ്പലപ്പുഴ വേനൽത്തുമ്പി ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നിശ്ചയമായും നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കേരളത്തിലെ വേനൽത്തുമ്പികൾ. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ കുട്ടികളുടെ ഒരു കലാസംഘം ഇതുപോലെ ഇങ്ങനെ സഞ്ചരിച്ച് ലക്ഷക്കണക്കായ പ്രേക്ഷകരുടെ മുന്നിൽ വിവിധ കലാപരിപാടികൾ ഇതുപോലെ അവതരിപ്പിക്കുന്ന മറ്റൊരു സംവിധാനം രാജ്യത്ത് തന്നെ ഇതിന് സമാനമായിട്ട് നമുക്ക് പറയാനില്ല. അത് നമ്മുടെ ബാലസംഘത്തിൻ്റെ പരിപാടിയാണ്. അത് കുട്ടികൾ തന്നെ നേതൃത്വം കൊടുത്ത്, കുട്ടികൾ തന്നെ അഭിനയിച്ച്, കുട്ടികൾ തന്നെ പാട്ടുപാടി, അങ്ങനെയെല്ലാം വളരെ മനോഹരമായി നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ പ്രായക്കാരിലേക്ക് മാത്രമല്ല, മുതിർന്നവരുടെ മനസ്സിലേക്ക് ഉൾപ്പെടെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചും അത്തരമൊരു സാമൂഹികമായ അന്തരീക്ഷത്തെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഗൗരവമായി മനുഷ്യർ ചിന്തിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം നാടകമായും സംഗീതശില്പമായും പാട്ടായും എല്ലാം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വേദിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നൊരു വേദി. പാട്ടും നാടകവും കഥപറച്ചിലും സംഗീത ശില്പവും ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളുമായി പരിശീലനം പൂർത്തിയാക്കിയ വേനൽത്തുമ്പികൾ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ PG സൈറസ് അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് R രാഹുൽ, A ഓമനക്കുട്ടൻ, VK ബൈജു, VS മായാദേവി, K ജഗദീശൻ, D അശോക് കുമാർ, B ശ്രീകുമാർ, P ജയദേവൻ, ഗോപൻ തഴാമഠം, സീതാലക്ഷ്മി, അമൃത അജീഷ്, ദീപക്, സുലഭ ഷാജി, സതി രമേശ് എന്നിവർ പങ്കെടുത്തു. R രജിമോൻ സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ മുഹമ്മ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. മുഹമ്മ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. വയോജന കൂട്ടായ്മയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മുതിർന്ന പൗരൻ PD കുര്യാക്കോസും ഭാര്യ മറിയാമ്മ കുര്യാക്കോസും ചേർന്ന സംഗമം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ 60 വയസ്സ് കഴിഞ്ഞാൽ വയോജനങ്ങൾ എന്ന രൂപത്തിലാണ്. എന്നാൽ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ 60 വയസ്സെന്ന് പറഞ്ഞാൽ അവർ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള സ്റ്റേജാണ്. അപ്പോൾ 70 വയസ്സിന് അപ്പുറം വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജാണ്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് തേർഡ് സ്റ്റേജാണ്. അപ്പോൾ ഓരോ സ്റ്റേജും വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിൽ തന്നെ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിനി പ്രദീപ് അധ്യക്ഷയായി. ക്ലബ് രക്ഷാധികാരി KS സുനിമോൻ, പ്രസിഡന്റ് CR ഷാജി, ഫൗണ്ടർ ചേഞ്ച് മേക്കേഴ്സ് S ശിവമോഹൻ, CV വിപിൻ, MA സെലിൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിർധനരായ രോഗികൾക്കുള്ള കനിവ് ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. KC ഷിബു സ്വാഗതവും KV ജൂഡി നന്ദിയും പറഞ്ഞു. തുടർന്ന് പുന്നപ്ര ജ്യോതികുമാറും സംഘവും നാടൻപാട്ട് അവതരിപ്പിച്ചു. ആർട്ടിസ്റ്റ് KK വാര്യർ സാറിന്റെ 3ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 26, 27 തീയതികളിൽ ചേർത്തല ഗവൺമെന്റ് ടൗൺ LP സ്കൂളിൽ ചിത്രപ്രദർശനവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കുന്നു. ഇതിനു മുന്നോടിയായി ചുവർ ചിത്രങ്ങൾ വരച്ചു. ആർട്ടിസ്റ്റ് KK വാര്യർ സാറിന്റെ 3ാം ചരമവാർഷികം ഏപ്രിൽ 26, 27 തീയതികളിൽ ചേർത്തല ഗവൺമെന്റ് ടൗൺ LP സ്കൂളിൽ വെച്ച് നടക്കും. ഒരു തലമുറയുടെ ജീവിതാഭിലാഷങ്ങളെ നിറച്ചാർത്തണിയിച്ച KK വാര്യർ സാറിന്റെ ഓർമ്മകൾക്ക് 3 വയസ്സ് തികയുന്നു. ഒരു തൂലികത്തുമ്പ് ഒരു പുണ്യമായി ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന പരശതം ശിഷ്യരും ചേർത്തലയുടെ കലാസാധകരും ചേർന്നാണ് KK വാര്യർ സാറിന്റെ ഓർമ്മദിനം ഗുരുസ്മരണ 2025 എന്ന പേരിൽ ഏപ്രിൽ 26, 27 തീയതികളിൽ നടത്തുന്നത്. 26-ാം തീയതി പുഷ്പാർച്ചന, ചിത്രരചനാ മത്സരം, ചിത്രപ്രദർശനം, കവിയരങ്ങ്, ഗാനസുധ എന്നിവ നടക്കും. 27-ാം തീയതി ഞായറാഴ്ച രാവിലെ ചിത്രപ്രദർശനത്തിന്റെ തുടർച്ചയും തുടർന്ന് പുല്ലാങ്കുഴൽ ഫ്യൂഷൻ, അനുസ്മരണ സമ്മേളനം എന്നിവയും നടക്കും. മംഗളം ചീഫ് ആർട്ടിസ്റ്റ് T ബേബി അധ്യക്ഷത വഹിക്കുന്ന അനുസ്മരണ സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ വ്യക്തികൾ KK വാര്യർ സാറിനെ അനുസ്മരിക്കും. അനുസ്മരണ പരിപാടിയായ ഗുരുസ്മരണ 2025 മുന്നോടിയായി ചേർത്തലയിൽ ചുവർ ചിത്രങ്ങൾ വരച്ചു. സത്യൻ മണവേലി, അശോകൻ അശ്വതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചുവർ ചിത്രരചനകൾ നടന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും 300ാമത് പ്രതിമാസ പരിപാടിയും ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചേർത്തല സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും 300ാമത് പ്രതിമാസ പരിപാടിയും ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കഴിഞ്ഞ വർഷം മെയിൽ തുടങ്ങിയ രജത ജൂബിലി ആഘോഷങ്ങളാണ് 12-ന് സമാപിച്ചത്. രജത ജൂബിലി സമാപന സമ്മേളനവും സുവനീറിന്റെ കവർ പ്രകാശനവും മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
അതുകൊണ്ട് സംസ്കാര 25 വർഷത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നൂറുകണക്കായ പരിപാടികൾ, നൂറുകണക്കായ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. നിങ്ങൾ എത്ര കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ തന്നെ സംസ്കാരയുടെ നിരവധി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളടക്കം നിങ്ങൾ ചർച്ച ചെയ്തത്, നിങ്ങൾ ഇടപെട്ടത്, ഈ വേദിയിൽ നടന്നിട്ടുള്ള പുസ്തക ചർച്ചകൾ, ഇവിടെ നടന്ന പുസ്തക പ്രകാശനങ്ങൾ എല്ലാം ഏറെ പ്രാധാന്യമുള്ളവ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ട 4 വർഷങ്ങൾക്കപ്പുറത്തൊരു 21 വർഷങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതും, ഈ 21 വർഷങ്ങൾ കൂടി ചേരുന്ന 1/4 നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനം അത്രമേൽ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കവയത്രി ഉഷ അനാമികയെ ആദരിച്ചു. തുടർന്ന് വയലാർ ഗാനാലാപനം, ഗാനമഞ്ജരി, കഥാകാവ്യ സംഗമം, കഥാകാവ്യ അവതരണം എന്നിവയും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണെന്നും ഇന്ത്യയിൽ കൈവശമുള്ളതിൽ കേരളത്തിലാണ് ആളോഹരിയിൽ കൂടുതലുള്ളതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ പറഞ്ഞു. 25,000 ടണ്ണിലധികം സ്വർണ്ണമാണ് ഇന്ത്യയിൽ ജനങ്ങളുടെ കൈവശമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളുടെ റിസർവ് സ്വർണ്ണത്തേക്കാൾ കൂടുതലാണിത്. അന്താരാഷ്ട്ര സ്വർണ്ണവില വർദ്ധിക്കുന്നതനുസരിച്ചാണ് കേരളത്തിലെ സ്വർണ്ണവിലയും കൂടുന്നത്. വിഷു, ഈസ്റ്റർ, അക്ഷയ തൃതീയ, വിവാഹ സീസണുകൾ വരുന്നതിനാൽ സ്വർണ്ണവില വർദ്ധിക്കുന്നത് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശക്തി കുറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ വൻകിട നിക്ഷേപകർ സ്വർണത്തിൽ മുതലിറക്കുന്നു. അങ്ങനെയാണ് സ്വർണത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം $2,955 സ്വർണ്ണവില തിരിച്ചു വന്നതാണ്. പക്ഷെ അതിൽ നിന്നാണ് പെട്ടെന്ന് $3,140 ഇപ്പോൾ വില എത്തിയിരിക്കുന്നത്, $240 എത്തിയിരിക്കുന്നത്. ഇത് സ്വർണ്ണാഭരണ മേഖലയിൽ വലിയ പ്രതിസന്ധിയും ഒരു പ്രശ്നങ്ങളുമാണ് നമ്മുടെ ഈ സാഹചര്യത്തിൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ വിഷുവാണ്, ഈസ്റ്റർ വരുന്നു, അക്ഷയ തൃതീയ പോലെ സ്വർണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സുദിനം വരുന്നു. അതോടൊപ്പം തന്നെ വിവാഹ സീസൺ തുടരുകയുമാണ്. അപ്പോൾ എല്ലാവരും കൂടുതൽ സ്വർണം വാങ്ങുന്ന ഒരു പുതിയ സീസണിലാണ് ഈ വിലവർധന ഉണ്ടായിരിക്കുന്നത്. സ്വർണം വലിയ വർധന താഴോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഡ്വാൻസ് ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ അസോസിയേഷന് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളതാണ് ഇപ്പോഴത്തെ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം തന്നെ. കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഏക ഉൽപ്പന്നം സ്വർണ്ണ മാത്രമാണ്. കൂടിയാൽ എന്ന് ബുക്ക് ചെയ്യുന്ന വില ആണോ ആ വിലക്ക് കൊടുക്കുന്നത് സ്വർണം മാത്രമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കോവിഡ് കാലത്ത് 2,500 രൂപയായിരുന്നു, 2,800 രൂപയായിരുന്നു സ്വർണത്തിൻ്റെ വില. അടച്ചിട്ട് പോയി തിരിച്ച് വന്ന് വീണ്ടും തുറക്കുമ്പോൾ അത് 3,800 എത്തി. വലിയ തോതിലുള്ള നഷ്ടമാണ് അന്ന് സ്വർണ്ണ വ്യാപാരികൾക്കുണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ് എസ് അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി ബി പ്രേമാനന്ദ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ, AHM ഹുസൈൻ, ഷിബുരാജ്, സലീം രാജധാനി, സക്കീർ ഹുസൈൻ കോയിക്കൽ, ഷഫീഖ് അറേബ്യൻ, അബൂജനത, ഷാനവാസ് മംഗല്യ, സംസ്ഥാന കൗൺസിൽ അംഗം അയ്യപ്പൻ കൈപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ജില്ലാ ഭാരവാഹികളായി AHM ഹുസൈൻ, സലീം രാജധാനി, ഷിബുരാജ്, ഉല്ലാസ് മംഗല്യ, നാസർ മഹാറാണി, ഷാനവാസ് മംഗല്യ, ലാലച്ചന്ദ്, അബൂജനത, സക്കീർ ഹുസൈൻ കോയിക്കൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. വാരനാട് ലിസ്യുനഗർ ചെറുപുഷ്പ ദേവാലയത്തിലെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. വാരനാട് ലിസ്യുനഗർ ചെറുപുഷ്പ ദേവാലയത്തിലെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. വികാരി റവറൻ ഫാദർ ജോസഫ് തെക്കിനേടത്തിന്റെ നേതൃത്വത്തിൽ ഓശാന ഞായറാഴ്ച കുരുത്തോല വെഞ്ചരിക്കുകയും വിശ്വാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. ചേർത്തല നൈപുണ്യ കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് പാലാട്ടി വചന സന്ദേശം നൽകി. ബ്രദർ ടോണി ചാത്തപ്പറമ്പിൽ, മദർ ലിൻസി, സിസ്റ്റർ സുജ, സിസ്റ്റർ ലിസ, സിസ്റ്റർ ജോസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരസഭ കൃഷിഭവൻ പരിധിയായ നഗരസഭ 8ാം വാർഡിലെ ചീരകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭാ കൃഷിഭവൻ പരിധിയിലെ 8ാം വാർഡിൽ കൃഷിക്കൂട്ടായ്മയുടെ ചീര വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു.
നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പി രാജു, യുവകർഷകരായ KR രൂപേഷ്, രാജ, S രാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തരിശു പ്രദേശങ്ങൾ ഏറ്റെടുത്ത ജൈവ കൃഷി വ്യാപകമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണമടക്കം 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതെയായി. മുഹമ്മദ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 57ാം നമ്പർ അംഗനവാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല അംഗനവാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ നടന്ന വിഷുദർശനം ഭക്തിസാന്ദ്രമായി. അത്യപൂർവമായ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. അമ്പലപ്പുഴയിൽ വേനൽത്തുമ്പി ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.